മജ്ജുമ നികായ 104 സാമഗാമ സൂത്ത്. ഈ സൂത്രത്തിൽ ഭഗവാൻ സംഘത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ എങ്ങനെ നമ്മൾക്ക് ശരിയാക്കാം, അതേപോലെ തന്നെ എങ്ങനെ സംഘത്തിൽ പ്രശ്നമില്ലാതെ ജീവിക്കാം തുടങ്ങിയ ഉപദേശങ്ങളാണ് ഈ സൂത്രത്തിൽ നൽകുന്നത്. ഞാനിങ്ങനെ കേട്ടു, ഒരിക്കൽ ഭഗവാൻ ശാക്യന്മാരുടെ ദേശത്ത് സാമ എന്ന ഗ്രാമത്തിൽ വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് പാവ എന്ന സ്ഥലത്തെ ഒരു ജൈന സന്യാസി, അദ്ദേഹം ജ്ഞാതികാകുലത്തിലെ ജൈന സന്യാസിയായിരുന്നു. അദ്ദേഹം ശരീരം ഉപേക്ഷിച്ചു. ആ ജൈൻ സന്യാസി മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഘാംഗങ്ങൾ 2 സംഘങ്ങളായിട്ട് തിരിഞ്ഞ് വാഗ്വാദത്തിലും കലഹത്തിലും ഏർപ്പെട്ടു. എന്നിട്ട് പരസ്പരം മൂർച്ചയേറിയ വാക്കുകൾ പ്രയോഗിക്കാൻ തുടങ്ങി. പരസ്പരം വാക്കുകൊണ്ട് മുറിവേൽപ്പിക്കാൻ തുടങ്ങി. ഈ ധർമ്മവിനയത്തെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, ഈ ധർമ്മവിനയത്തെ ഞാനാണ് മനസ്സിലാക്കുന്നത്. ഈ ധർമ്മവിനയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? നിങ്ങൾ തെറ്റായിട്ടുള്ള രീതിയിലാണ് അഭ്യസിക്കുന്നത്, ഞാൻ ശരിയായിട്ടുള്ള രീതിയിലാണ് അഭ്യസിക്കുന്നത്. ഞാൻ എപ്പോഴും വിഷയത്തിൽ തന്നെ നിൽക്കുന്നു, പക്ഷേ നിങ്ങൾ വിഷയത്തിൽ നിൽക്കുന്നില്ല. നിങ്ങൾ ആദ്യം പറയേണ്ടിയിരുന്ന കാര്യത്തെ അവസാനം പറയുന്നു, അവസാനം പറയുന്ന കാര്യത്തെ നിങ്ങൾ ആദ്യം പറയുന്നു. നിങ്ങൾ ഇതുവരെ ആലോചിച്ചുറപ്പിച്ച കാര്യങ്ങളെ ഞാൻ ഖണ്ഡിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ തത്വശാസ്ത്രത്തെ ഖണ്ഡിച്ചു കഴിഞ്ഞു. പോയി നിങ്ങളുടെ തത്വശാസ്ത്രത്തെ നിങ്ങൾ രക്ഷിക്കുക. നിങ്ങൾ ഇപ്പോൾ കൂട്ടിലാക്കപ്പെട്ട് കഴിഞ്ഞു. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ കൂട്ടിൽ നിന്ന് നിങ്ങൾ പുറത്തു വരിക. ജൈന സന്യാസിമാരുടെ ഇടയിൽ കൂട്ടക്കൊല തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ജൈന സന്യാസിമാരുടെ വെള്ളവസ്ത്രം ധരിച്ചിട്ടുള്ള ഉപാസകന്മാർ ജൈനന്മാരുടെ ധർമ്മത്തിൽ വിശ്വാസമില്ലാതെയായി. ധർമ്മത്തിൽ അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. അതുകൂടാതെ ശരിയായിട്ട് വിവരിക്കപ്പെടാത്ത ആ ധർമ്മ വിനയത്തിൽ അവർക്കുള്ള വിശ്വാസവും നഷ്ടപ്പെട്ടു. ആ ധർമ്മവിനയം മുക്തിയിലേക്ക് നയിക്കുന്നില്ല, ശാന്തിയിലേക്ക് നയിക്കുന്നില്ല. അത് സമ്മാ സംബുദ്ധനാൽ പറയപ്പെട്ട ധർമ്മമല്ല. അതിൽ ഇടിഞ്ഞു പൊളിഞ്ഞ സ്തൂപങ്ങൾ മാത്രമേ ഉള്ളൂ, ശരണം ഒട്ടും തന്നെയില്ല. അതിനുശേഷം പാവ എന്ന സ്ഥലത്തെ വർഷാവാസം കഴിഞ്ഞതിന് ശേഷം ശ്രമണൻ ചുണ്ടൻ അദ്ദേഹം ആയുഷ്മാൻ ആനന്ദൻ്റെ അടുത്ത് സാമ ഗ്രാമത്തിൽ പോയി. ശ്രമണൻ ചുണ്ടൻ ആയുഷ്മാൻ ആനന്ദനെ വന്ദിച്ചു. എന്നിട്ട് ഒരു ഭാഗത്തിരുന്നു. എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം ആയുഷ്മാൻ ആനന്ദനോട് പറഞ്ഞു. അപ്പോൾ ആയുഷ്മാൻ ആനന്ദൻ ശ്രമണൻ ചുണ്ടനോട് ഇങ്ങനെ പറഞ്ഞു, ആയുഷ്മാൻ ചുണ്ട, നമ്മൾക്ക് ഈ കാര്യം ഭഗവാനോട് പറയണം. വരൂ, നമ്മൾക്ക് ഭഗവാന്റെ അടുത്ത് പോകാം, എന്നിട്ട് ഈ കാര്യം അദ്ദേഹത്തെ അറിയിക്കാം. ശരി ബന്ദേ എന്ന് പറഞ്ഞ് ശ്രമണൻ ചുണ്ടൻ ഉത്തരം കൊടുത്തു. അതിനുശേഷം ആയുഷ്മാൻ ആനന്ദനും ചുണ്ടനും ഭഗവാന്റെ അടുത്ത് പോയി അദ്ദേഹത്തെ വന്ദിച്ചു. എന്നിട്ട് ആയുഷ്മാൻ ആനന്ദൻ ചുണ്ടൻ പറഞ്ഞതെല്ലാം ഭഗവാനോട് പറഞ്ഞു. എന്നിട്ട് ഇതും കൂടി പറഞ്ഞു, ബന്ദേ, എനിക്ക് ഇങ്ങനെ തോന്നുന്നു, ഭഗവാൻ പരിനിർവാണം ആയതിനു ശേഷം സംഘത്തിൽ ഒരുവിധ കലഹവും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ കലഹങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ജനത്തിന് ദുഃഖത്തിനും അഹിതത്തിനും കാരണമാകും. ദേവന്മാർക്കും മനുഷ്യന്മാർക്കും അഹിതത്തിനും ദുഃഖത്തിനും കാരണമായിട്ട് തീരും. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ആനന്ദ, താങ്കൾ എന്താണ് കരുതുന്നത്? ആനന്ദ, എൻ്റെ സ്വയജ്ഞാനത്താൽ ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി 2 ഭിക്ഷുക്കൾ തമ്മിൽ വിവാദമുണ്ടാകാൻ സാധ്യതയുണ്ടോ? ഭഗവാൻ പഠിപ്പിച്ച കാര്യങ്ങളെപ്പറ്റി പറയുകയാണ്. 37 ബോധിഭിക്ഷീയ ധർമ്മത്തെക്കുറിച്ച് ഇവിടെ പറയുകയാണ്. 4 തരത്തിലുള്ള സതിപഠാനം, 4 തരത്തിലുള്ള സമ്മപധാനം, അതുതന്നെയാണ് സമ്മാവായാമം എന്ന് പറയുന്നത്. 4 തരത്തിലുള്ള ഇദ്ധിപാദം, ഛന്ദ, വീര്യ, ചിത്ത, മീമാംസ. 5 ഇന്ദ്രിയങ്ങൾ, 5 ബലങ്ങൾ. അതായത് സാധാരണ വിപശ്യന ധ്യാനത്തിൽ നമ്മുടെ മിത്രങ്ങൾ എന്ന് പറയുന്ന ആ 5 ഇന്ദ്രിയങ്ങൾ, അതുതന്നെയാണ് 5 ബലങ്ങളും. 7 ബോധ്യാംഗം അല്ലെങ്കിൽ ബോധ്യാംഗം, ആര്യ അഷ്ടാംഗിക മാർഗം, 8 ആര്യ അഷ്ടാംഗിക മാർഗം. ഇതിനെപ്പറ്റി 2 ഭിക്ഷുക്കൾക്ക് ഇടയിൽ വിവാദമുണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നാണ് ഭഗവാൻ ചോദിച്ചത്. അപ്പോൾ ആയുഷ്മാൻ ആനന്ദൻ ഇങ്ങനെ പറഞ്ഞു, ബന്ദേ, തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി 2 ഭിക്ഷുക്കൾക്ക് ഇടയിൽ യാതൊരുവിധ വിവാദവും ഉണ്ടാകാൻ സാധ്യതയില്ല. എന്നിരുന്നു കഴിഞ്ഞാലും ബന്ദേ, ചില വ്യക്തികളുണ്ട്, അവർ ഇപ്പോൾ ഭഗവാനെ അനുസരിക്കുന്നതായിട്ട് കാണിക്കുന്നു. എന്നാൽ ഭഗവാൻ പരിനിർവാണം നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ
അവർ വിനയത്തെപ്പറ്റി അതേപോലെ തന്നെ ആജീവികയെപ്പറ്റി അവർ സംഘത്തിൽ മതഭേദം ഉണ്ടാക്കും. വിനയം എന്ന് പറയുമ്പോൾ ഭിക്ഷുക്കൾക്കുള്ള നിയമം, ആജീവിക എന്ന് പറയുന്ന സമയത്ത് ഭിക്ഷുക്കൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ പറ്റി. ഈ കാര്യത്തെപ്പറ്റി ഇപ്പോൾ തന്നെ ഒരുപാട് മതഭേദങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് വിനയത്തിലെ ചില നിയമങ്ങൾ, അതായത് 10 നിയമം എടുത്ത ഒരു ഭിക്ഷു ഒരു കാരണവശാലും ധനം അല്ലെങ്കിൽ പൈസ സ്വീകരിക്കരുത്. പക്ഷേ ഇന്ന് ധാരാളം ഭിക്ഷുക്കൾ പൈസ സ്വീകരിക്കുന്നുണ്ട്. വിനയത്തിനനുസരിച്ച് ഒരു കാരണവശാലും ഭിക്ഷു പൈസ സ്വീകരിക്കരുത് എന്നാണ് ഭഗവാൻ പറയുന്നത്. നേരത്തെ ഭിക്ഷുക്കൾ ഭിക്ഷയെടുത്തിട്ടായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ഭിക്ഷുക്കൾ തന്നെ സ്വയം പാചകം ചെയ്ത് ഭക്ഷിക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. ബന്ദേ, ആ വിവാദങ്ങൾ ബഹുജനങ്ങൾക്ക് അഹിതത്തിനും ദുഃഖത്തിനും കാരണമായിട്ട് തീരും. അതുകൂടാതെ മനുഷ്യന്മാർക്ക് ദുഃഖത്തിനും അഹിതത്തിനും കഷ്ടത്തിനും കാരണമായിട്ട് തീരും. ആനന്ദ, ആജീവികയെപ്പറ്റിയും അതേപോലെ തന്നെ വിനയത്തെപ്പറ്റിയും ഉള്ള വിവാദങ്ങൾ വളരെ നിസ്സാരമാണ്. അത് അത്ര പ്രാധാന്യമുള്ളതല്ല. എന്നാൽ സംഘത്തിൽ പ്രതിബദ്ധ അല്ലെങ്കിൽ മാർഗത്തെക്കുറിച്ച്, അഭ്യാസത്തെക്കുറിച്ച് ഒരു വിവാദം ഉണ്ടാകുകയാണെങ്കിൽ അത് ബഹുജനത്തിൻ്റെ ദുഃഖത്തിനും അഹിതത്തിനും കാരണമായിട്ട് തീരും. ദേവന്മാരുടെയും മനുഷ്യന്മാരുടെയും ദുഃഖത്തിനും അഹിതത്തിനും കാരണമായിട്ട് തീരും. ആനന്ദ, ഈ വിവാദങ്ങൾക്ക് 6 മൂലങ്ങളുണ്ട് അല്ലെങ്കിൽ 6 കാരണങ്ങളുണ്ട്. ആ 6 കാരണങ്ങൾ എന്തൊക്കെയാണ്? ആനന്ദ, ഒരു ഭിക്ഷു ക്രോധവാനാണ്, ഈർഷ്യാലുവാണ്, അതായത് ഉള്ളിൽ ദ്വേഷം സൂക്ഷിക്കുന്ന വ്യക്തിയാണ്. അത്തരം വ്യക്തി ഒരിക്കലും തൻ്റെ അധ്യാപകനോടോ സംഘത്തിനോടോ ധർമ്മത്തിനോടോ ആദരവ് പുലർത്തില്ല, അവരോട് ബഹുമാനം കാണിക്കില്ല. അത് കാരണം അവർക്ക് അഭ്യാസം പൂർത്തിയാക്കാനും സാധിക്കില്ല. അതുമൂലം അവർ സംഘത്തിൽ വിവാദം ഉണ്ടാക്കും. അതുമൂലം ബഹുജനങ്ങൾക്ക് അസന്തുഷ്ടിക്കും ദുഃഖത്തിനും കാരണമായിട്ട് തീരും. ദേവന്മാർക്കും മനുഷ്യന്മാർക്കും അഹിതത്തിനും ദുഃഖത്തിനും കാരണമായിട്ട് തീരും. ആനന്ദ, ഈ തരത്തിലുള്ള മൂലം താങ്കളിലോ അതോ മറ്റുള്ളവരിലോ കാണുകയാണെങ്കിൽ തന്നെ ഈ പാപകരമായിട്ടുള്ള കാര്യത്തെ ഉടൻ തന്നെ ഉപേക്ഷിക്കേണ്ടതുണ്ട്. ആനന്ദ, ഈ കാര്യം താങ്കളിൽ കാണുന്നില്ല എങ്കിൽ ഭാവിയിൽ ഈ കാര്യം വരാതിരിക്കാൻ വേണ്ടി താങ്കൾ ശരിയായിട്ടുള്ള രീതിയിൽ അഭ്യാസം ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെയാണ് ഈ വിവാദ മൂലത്തെ നമ്മൾക്ക് ഉപേക്ഷിക്കേണ്ടത്. അതുമൂലം അത് ഭാവിയിൽ ഉണ്ടാകുകയും ഇല്ല. ഈ കാര്യങ്ങൾ തന്നെയാണ് ഇനി ബാക്കിയുള്ള ഉപദേശങ്ങളിലും ആവർത്തിക്കുന്നത്. ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല. വീണ്ടും ആനന്ദ, ഒരു ഭിക്ഷു കലഹിക്കുന്ന പ്രകൃതം ഉള്ള വ്യക്തിയാണ്, നിന്ദിക്കുന്ന ഒരു വ്യക്തിയാണ്. ആനന്ദ, ഒരു ഭിക്ഷു അസൂയുള്ള ഒരു വ്യക്തിയാണ്, കഞ്ചൂസായിട്ടുള്ള വ്യക്തിയാണ്. ആനന്ദ, ഒരു വ്യക്തി വഞ്ചകനാണ്, മായാവിയാണ്. ആനന്ദ, ഒരു ഭിക്ഷു പാപകരങ്ങളായിട്ടുള്ള ആഗ്രഹങ്ങളെ പുലർത്തുന്നവനാണ്, മിഥ്യാദൃഷ്ടി ഉള്ളവനാണ്. അവർ അവരുടെ സ്വന്തം ദർശനത്തോട് ആസക്തരാണ്, അതിനെ മുറുകെ പിടിക്കുന്നവരാണ്, അതിനെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. അത്തരം ഭിക്ഷുക്കൾക്ക് തൻ്റെ ശാസ്താവിനോട് ആദരവോ ബഹുമാനമോ ഉണ്ടായിരിക്കുകയില്ല. ധർമ്മത്തോടും സംഘത്തോടും ആദരവോ ബഹുമാനമോ ഉണ്ടാകുകയില്ല. അതുമൂലം അവർ അവരുടെ അഭ്യാസം പൂർത്തീകരിക്കുകയും ഇല്ല. അത്തരം ആൾക്കാരാണ് സംഘത്തിൽ വിവാദം അല്ലെങ്കിൽ ഭിന്നത ഉണ്ടാക്കുന്നത്. അതുമൂലം മനുഷ്യർക്ക് അഹിതവും ദുഃഖവും ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ദേവന്മാർക്കും മനുഷ്യന്മാർക്കും അഹിതത്തിനും ദുഃഖത്തിനും കാരണമായിട്ട് തീരുന്നു. ആനന്ദ, ഈ തരത്തിലുള്ള വിവാദങ്ങളുടെ മൂലം താങ്കളിലോ അതോ മറ്റുള്ളവരിലോ താങ്കൾ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ ഈ പാപകരമായിട്ടുള്ള ധർമ്മത്തെ താങ്കൾ ഉപേക്ഷിക്കേണ്ടതുണ്ട്. ആനന്ദ, ഈ പാപകരമായിട്ടുള്ള ധർമ്മം താങ്കളിൽ കാണുന്നില്ല എങ്കിൽ ഭാവിയിൽ ഇത് വരാതിരിക്കാൻ വേണ്ടി താങ്കൾ ശരിയായിട്ടുള്ള രീതിയിൽ അഭ്യസിക്കേണ്ടതുണ്ട്. ആനന്ദ, ഇപ്രകാരമാണ് വിവാദങ്ങളുടെ മൂലങ്ങളെ നമ്മൾക്ക് ഉപേക്ഷിക്കാൻ സാധിക്കുക. അതുമൂലം അത് ഭാവിയിൽ ഉണ്ടാകുന്നതല്ല. ഇതാണ് വിവാദങ്ങളുടെ 6 മൂലകാരണങ്ങൾ. ആനന്ദ, 4 തരത്തിലുള്ള ശിക്ഷാ നടപടികൾ ഉണ്ട്. ആ 4 എന്താണ്? വിവാദങ്ങളെക്കുറിച്ചുള്ള ശിക്ഷാ നടപടികൾ, ആരോപണങ്ങളെക്കുറിച്ചുള്ള ശിക്ഷാ നടപടികൾ, കുറ്റങ്ങളെക്കുറിച്ചുള്ള ശിക്ഷാ നടപടികൾ, പ്രവൃത്തികളെക്കുറിച്ചുള്ള ശിക്ഷാ നടപടികൾ. ഈ 4 തരത്തിലുള്ള ശിക്ഷാ നടപടികൾ ഉണ്ട്. ആനന്ദ, സംഘത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ
പരിഹരിക്കുന്നതിന് 7 തരത്തിലുള്ള വിധികൾ ഉണ്ട്. മുഖാമുഖം ഉള്ള സംഭാഷണം, ഓർത്തെടുത്തിട്ടുള്ള പരിഹാരം അല്ലെങ്കിൽ സതി മൂലമുള്ള പരിഹാരം, ഭൂതകാലത്ത് ഭ്രാന്ത് പിടിച്ചത് മൂലമുള്ള പരിഹാരം, കുറ്റസമ്മതത്തിന് അധിഷ്ഠിതമായിട്ടുള്ള പരിഹാരം, ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനം, വീണ്ടും ശിക്ഷ കൊടുക്കൽ, പുല്ലുകൊണ്ട് മൂടുന്നത് പോലെ ആ പ്രശ്നങ്ങളെ മൂടിവെക്കൽ. ആനന്ദ, എങ്ങനെയാണ് മുഖാമുഖം പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത്? എപ്പോൾ ഭിക്ഷുക്കൾ പരസ്പരം തർക്കിക്കുകയാണോ, ഇതാണ് ധർമ്മം, ഇത് ധർമ്മമല്ല, ഇതാണ് വിനയം അല്ലെങ്കിൽ നിയമങ്ങൾ, ഇത് നിയമങ്ങളല്ല എന്ന് പറഞ്ഞ് ഭിക്ഷുക്കൾ തർക്കിക്കുകയാണ്. അപ്പോൾ ഈ ഭിക്ഷുക്കൾ എല്ലാം തന്നെ വളരെ യോജിപ്പോടുകൂടി ഒരു ഭാഗത്ത് ഇരിക്കണം. എന്നിട്ട് ധർമ്മത്തിന് അനുസരിച്ച്, ധർമ്മത്തിൽ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ഇതിനെ പരിശോധിക്കണം. ധർമ്മത്തിൽ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ആ പ്രശ്നത്തെ അവിടെ പരിഹരിക്കണം. ഇങ്ങനെയാണ് മുഖാമുഖം പ്രശ്നപരിഹാരം നടത്തേണ്ടത്. ഇങ്ങനെയാണ് സംഘത്തിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നത്. അതിനെയാണ് മുഖാമുഖം എന്ന് പറയുന്നത്. സമ്മുഖ വിനയ. ആനന്ദ, ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനം എങ്ങനെയാണ് എടുക്കേണ്ടത്? ആ ഭിക്ഷുക്കൾക്ക് ആ ആശ്രമത്തിൽ ആ വിവാദം പരിഹരിക്കാൻ സാധിച്ചില്ല എങ്കിൽ അവർ മറ്റുള്ള ഒരു ആശ്രമത്തിൽ പോകണം. കൂടുതൽ ഭിക്ഷുക്കളുമായിട്ട് ആ ആശ്രമത്തിൽ പോകണം. അവിടെ എല്ലാവരും തന്നെ ഐക്യത്തോടുകൂടി അവിടെ ഇരിക്കണം. എന്നിട്ട് ധർമ്മത്തിന് അനുസരിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ അവർ പരിശോധിക്കണം. ധർമ്മത്തിൽ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ആ പ്രശ്നം അവിടെ പരിഹരിക്കണം. ഇങ്ങനെയാണ് ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനം എടുക്കേണ്ടത്. അങ്ങനെയാണ് ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത്. ഇതാണ് ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനം. എങ്ങനെയാണ് ഓർത്തെടുത്തുകൊണ്ട് ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുന്നത്? സതീവിനയോ. ഒരു ഭിക്ഷു മറ്റൊരു ഭിക്ഷുവിൽ ആരോപണം ചെലുത്തുകയാണ്. മറ്റൊരു ഭിക്ഷു ഒരു കുറ്റം ചെയ്തിട്ടുണ്ട്. ആ കുറ്റം കാരണം ആ ഭിക്ഷുവിന് ഭിക്ഷു സംഘത്തിൽ നിന്ന് പുറത്താകേണ്ടി വരും. അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള ഹീനമായിട്ടുള്ള കൃത്യമാണ് ആ ഭിക്ഷു ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഭിക്ഷുവിനോട് ഇങ്ങനെ ചോദിക്കണം: ആയുഷ്മാൻ, താങ്കളെ ഭിക്ഷു സംഘത്തിൽ നിന്ന് നീക്കം ചെയ്യേണ്ടുന്ന തരത്തിലുള്ള ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് താങ്കൾ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള കാര്യങ്ങളാണ് താങ്കൾ ചെയ്തിട്ടുള്ളത്. ആ ഹീനമായിട്ടുള്ള കൃത്യം ചെയ്തതായിട്ട് താങ്കൾക്ക് ഓർമ്മയുണ്ടോ? അപ്പോൾ അവർ ഇങ്ങനെ പറയും: ഇല്ല ആയുഷ്മാൻ, അത്തരം വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കുറ്റം ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഓർമ്മിക്കാൻ സാധിക്കാത്തത് മൂലം ആ കാര്യങ്ങളെ അവിടെ പരിഹരിക്കണം. ഇങ്ങനെയാണ് ഓർത്തെടുത്തത് മൂലം പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത്. ആനന്ദ, ഭൂതകാലത്ത് ഒരു വ്യക്തി ഭ്രാന്ത് ഉണ്ടായിരുന്നു. അതുമൂലം ആ പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാം? ആനന്ദ, ഒരു ഭിക്ഷു മറ്റൊരു ഭിക്ഷുവിൽ ആരോപണം ഉന്നയിക്കുകയാണ്. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആ ഭിക്ഷു ചെയ്തിട്ടുള്ളത്. അതുമൂലം ആ ഭിക്ഷുവിനെ സംഘത്തിൽ നിന്ന് പുറത്താക്കണം, അല്ലെങ്കിൽ അതേപോലെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആ ഭിക്ഷു ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഭിക്ഷുവിനോട് ചോദിക്കണം: ആയുഷ്മാൻ, സംഘത്തിൽ നിന്ന് പുറത്താക്കേണ്ടുന്ന തരത്തിലുള്ള ഇത്തരം സീരിയസ് ആയിട്ടുള്ള കാര്യം താങ്കൾ ചെയ്തതായിട്ട് താങ്കൾക്ക് ഓർമ്മയുണ്ടോ? അപ്പോൾ അവർ പറയും: ഇല്ല ആയുഷ്മാൻ, അത്തരം ഒരു തെറ്റ് ചെയ്തതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അത് പറഞ്ഞ് ആ ഭിക്ഷു ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുമെങ്കിലും മറ്റു ഭിക്ഷുക്കൾ ആ പ്രശ്നത്തെ ഉപേക്ഷിക്കുന്നില്ല. തീർച്ചയായിട്ടും ആ ആയുഷ്മാൻ അത്തരത്തിലുള്ള തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല. അതുമൂലം ആ ഭിക്ഷുവിനെ സംഘത്തിൽ നിന്ന് പുറത്താക്കുന്നതാണ്. പക്ഷേ അത് കൃത്യമായിട്ട് ആ ഭിക്ഷുവിന് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അവർ പറയും: ആയുഷ്മാന്മാരെ, എനിക്ക് ഭ്രാന്തായിരുന്നു. എൻ്റെ മനസ്സിന്മേൽ എനിക്ക് ഒട്ടും തന്നെ നിയന്ത്രണമില്ലായിരുന്നു. എനിക്ക് ഭ്രാന്തായിരുന്ന സമയത്ത് ഒരു ഭിക്ഷുവിന് യോജിച്ച രീതിയിലുള്ള കാര്യങ്ങളല്ല ഞാൻ ചെയ്തത്, ഞാൻ പറഞ്ഞത്. ഞാൻ അതിനെപ്പറ്റി ഒന്നും തന്നെ ഓർക്കുന്നില്ല. ആ കാര്യങ്ങൾ ചെയ്തിരുന്ന സമയത്ത് എനിക്ക് ഭ്രാന്തായിരുന്നു. അപ്പോൾ ഭൂതകാലത്ത് ഭ്രാന്ത് മൂലമുണ്ടായിട്ടുള്ള ആ കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പരിഹാരം അവിടെ കൊടുക്കേണ്ടതുണ്ട്. ഇതുമൂലമാണ് ഭൂതകാലത്തെ ഭ്രാന്ത് മൂലമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നത്. ആനന്ദ, ഏതെങ്കിലും ഒരു വ്യക്തി കുറ്റസമ്മതം നടത്തി എങ്കിൽ അതിനെ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്? മറ്റുള്ളവർ ആരോപിച്ചാലും ഇല്ലെങ്കിലും ഒരു ഭിക്ഷു താൻ ചെയ്തിട്ടുള്ള ഒരു കുറ്റം അതിനെപ്പറ്റി മറ്റുള്ളവരുടെ മുന്നിൽ പറയുന്നു, അതിനെ പ്രകടിപ്പിക്കുന്നു, അതിന് വിശദീകരണം കൊടുക്കുന്നു.
അതായത് മറ്റുള്ളവർ പറയാതെ തന്നെ സ്വയം ആ കുറ്റത്തെ ഏറ്റുപറയുന്നു, അതിന് വിശദീകരണം കൊടുക്കുന്നു. തന്നെക്കാളും മുതിർന്ന ഒരു ഭിക്ഷുവിൻ്റെ അടുത്ത് പോയി ആ ഭിക്ഷു തൻ്റെ ചീവരത്തെ ഒരു തോളിൽ ശരിയായിട്ട് ഒതുക്കി വയ്ക്കണം. എന്നിട്ട് ആദ്യം മുതിർന്ന ആ ഭിക്ഷുവിൻ്റെ കാലുകളിൽ വന്ദിക്കണം. എന്നിട്ട് കാൽപാദങ്ങളിൽ കുന്തിച്ച് ഇരിക്കണം. 2 കൈകളും ഉയർത്തി വന്ദിക്കണം. എന്നിട്ടിങ്ങനെ പറയണം: ബന്ദേ, ഞാൻ ഇന്ന കുറ്റം ചെയ്തിട്ടുണ്ട്, ഞാൻ അതിനെ സമ്മതിക്കുന്നു. അപ്പോൾ മുതിർന്ന ഭിക്ഷു ഇങ്ങനെ പറയും: നിങ്ങൾ ആ കുറ്റത്തെ കാണുന്നുണ്ടോ? അപ്പോൾ ആ ഭിക്ഷു പറയും: അതേ ബന്ദേ, ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ മുതിർന്ന ഭിക്ഷു പറയും: ഇനി ഭാവിയിൽ താങ്കൾ നിയന്ത്രണം പാലിക്കണം. അപ്പോൾ ഈ ഭിക്ഷു പറയും: തീർച്ചയായിട്ടും ബന്ദേ, ഞാൻ ഭാവിയിൽ നിയന്ത്രണം പാലിക്കാം. ആനന്ദ, ഇങ്ങനെയാണ് ആരെങ്കിലും കുറ്റസമ്മതം നടത്തിക്കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത്. ആനന്ദ, ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് വീണ്ടും ശിക്ഷ കൊടുക്കുന്നത് എങ്ങനെയാണ്? ഒരു ഭിക്ഷു മറ്റൊരു ഭിക്ഷുവിൻ്റെ മേൽ ആരോപണം ചുമത്തുകയാണ്. ആ ആരോപണം മൂലം ആ ഭിക്ഷുവിന് ഭിക്ഷസംഘത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും, അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് ആ ഭിക്ഷു ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഭിക്ഷു മറ്റേ ഭിക്ഷുവിനോട് ചോദിക്കും: താങ്കൾ ഈ സീരിയസ് ആയിട്ടുള്ള കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തെ ഓർക്കുന്നുണ്ടോ? അതുമൂലം താങ്കൾക്ക് ഭിക്ഷസംഘത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും, അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള കുറ്റം ചെയ്തതായിട്ട് താങ്കൾ ഓർക്കുന്നുണ്ടോ? അപ്പോൾ ആ ഭിക്ഷു പറയും: ഞാൻ അത്തരം കുറ്റം ചെയ്തതായിട്ട് ഓർക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ ഭിക്ഷു ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുമെങ്കിലും മറ്റുള്ള ഭിക്ഷുക്കൾ അതിനെ ഉപേക്ഷിക്കുന്നില്ല. തീർച്ചയായിട്ടും ഈ ആയുഷ്മാൻ സംഘത്തിൽ നിന്ന് പുറത്താക്കേണ്ടുന്ന തരത്തിലുള്ള കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഓർത്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അവർ പറയും: ആയുഷ്മാൻ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല, എന്നാൽ വളരെ ലഘുവായിട്ടുള്ള ഒരു കുറ്റം ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞ് അവർ ആ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുകയാണെങ്കിലും മറ്റുള്ള ഭിക്ഷുക്കൾ ആ പ്രശ്നത്തെ വിടുന്നില്ല. തീർച്ചയായിട്ടും ഭിക്ഷുസംഘത്തിൽ നിന്ന് പുറത്തു പോകേണ്ടുന്ന ഒരു കുറ്റം ചെയ്തിട്ടുള്ളതായിട്ട് ശരിയായിട്ട് ആ ഭിക്ഷു ഓർത്തെടുക്കുന്നില്ല. അപ്പോൾ അവർ പറയുന്നു: ആയുഷ്മാന്മാരെ, നിങ്ങൾ ചോദിച്ചിട്ടില്ലെങ്കിൽ കൂടി ഞാൻ ഈ ചെറിയ കുറ്റം ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രകടിപ്പിക്കുകയാണ്. എങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഞാൻ ഒരു വലിയ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സമ്മതിക്കേണ്ടതല്ലേ? അപ്പോൾ അവർ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ ചോദിക്കാതെ തന്നെ ആ ഒരു ചെറിയ കുറ്റം പോലും നിങ്ങൾ പറയുന്നില്ല, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഈ സീരിയസ് ആയിട്ടുള്ള ഒരു കുറ്റം നിങ്ങൾ പ്രകടിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും ആയുഷ്മാൻ സംഘത്തിൽ നിന്ന് പുറത്താകേണ്ടുന്ന തരത്തിലുള്ള ആ സീരിയസ് ആയിട്ടുള്ള കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് ഓർത്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അവർ പറയുന്നു: ആയുഷ്മാന്മാരെ, സംഘത്തിൽ നിന്ന് പുറത്താകേണ്ട രീതിയിലുള്ള അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള കുറ്റം ഞാൻ ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് ഓർമ്മിക്കാൻ സാധിക്കുന്നു. എനിക്ക് ഓർമ്മിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗത്തിൽ പറഞ്ഞു പോയതാണ്. അപ്പോഴാണ് വീണ്ടും ആ ഭിക്ഷുവിന് കൂടുതൽ ശിക്ഷ കൊടുക്കുന്നത്. അങ്ങനെയാണ് ആ പ്രശ്നത്തെ പരിഹരിക്കുന്നത്. വീണ്ടും ശിക്ഷ കൊടുത്ത് ആ പ്രശ്നത്തെ പരിഹരിക്കുന്നു. ആനന്ദ, എങ്ങനെയാണ് കാര്യങ്ങളെ പുല്ലുകൊണ്ട് മൂടുന്നത്, പ്രശ്നങ്ങളെ പുല്ലുകൊണ്ട് മൂടുന്നത്? ആനന്ദ, ഭിക്ഷുക്കൾ തുടർച്ചയായിട്ട് വിവാദത്തിൽ ഏർപ്പെടുകയാണ്, കലഹിക്കുകയാണ്, വഴക്ക് കൂടുകയാണ്. ഒരു ഭിക്ഷുവിന് യോജിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്, യോജിക്കാത്ത കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ആ ഭിക്ഷുക്കൾ എല്ലാവരും തന്നെ കൂടിയിരുന്ന് ഇങ്ങനെ ഐക്യത്തോടുകൂടി ആലോചിക്കണം. അപ്പോൾ ആ ഭിക്ഷുക്കളുടെ ഒരു വിഭാഗത്തിലെ ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരു ഭിക്ഷു തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കണം. എന്നിട്ട് തൻ്റെ വസ്ത്രങ്ങളെ ഒരു തോളിൽ ശരിയായിട്ടുള്ള രീതിയിൽ ക്രമീകരിക്കണം. എന്നിട്ട് കൈകൂപ്പിക്കൊണ്ട് സംഘത്തോടെ ഇങ്ങനെ പറയണം: ദയവ് ചെയ്ത് സംഘം ഞാൻ പറയുന്നത് കേട്ടാലോ. നമ്മൾ തുടർച്ചയായിട്ട് വിവാദത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു, കലഹത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ഭിക്ഷുക്കൾക്ക് യോജിക്കാത്ത തരത്തിലുള്ള പ്രവൃത്തികളും വാക്കുകളുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് സംഘത്തിന് ഒട്ടും തന്നെ യോജിച്ചിട്ടുള്ള കാര്യമല്ല എന്ന് നമ്മൾക്ക് തോന്നുന്നുണ്ട്. അതിനാൽ സംഘത്തിനും എനിക്കും ഗുണകരമായിട്ടുള്ള രീതിയിൽ ഞാൻ സംഘത്തിൻ്റെ മധ്യത്തിൽ ആയുഷ്മാന്മാരും അതേപോലെ തന്നെ ഞാനും ചെയ്തിട്ടുള്ള ഈ കുറ്റങ്ങളെ പുല്ലുകൾ കൊണ്ട് മൂടി വയ്ക്കുകയാണ്.
ഉപാസകന്മാരെ സംബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ഗൗരവമുള്ള കാര്യം ഒഴികെ മറ്റെല്ലാ കാര്യങ്ങളെയും നമ്മൾ പുല്ലുകൊണ്ട് മൂടി വച്ചിരിക്കുന്നത് പോലെ ഇപ്പോൾ നമ്മൾ മൂടുകയാണ്. അപ്പോൾ മറുപക്ഷത്തുള്ള യോഗ്യനായിട്ടുള്ള ഒരു ഭിക്ഷു സ്വന്തം ആസനത്തിൽ നിന്ന് എഴുന്നേൽക്കണം. എന്നിട്ട് തൻ്റെ വസ്ത്രത്തെ ഒരു തോളിൽ ശരിയായിട്ടുള്ള രീതിയിൽ ക്രമീകരിക്കണം. എന്നിട്ട് കൈകൂപ്പിക്കൊണ്ട് സംഘത്തോട് ഇങ്ങനെ പറയണം: ദയവ് ചെയ്ത് സംഘം എന്നെ ശ്രദ്ധിച്ചാലും നമ്മൾ തുടർച്ചയായിട്ട് വിവാദത്തിൽ, കലഹത്തിൽ, വാഗ്വാദത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. അത് തീർച്ചയായിട്ടും ഒരു ഭിക്ഷുവിന് യോജിച്ചിട്ടുള്ള കാര്യമല്ല. അതിനാൽ ഈ കാര്യം സംഘത്തിന് വളരെ യോജിച്ചിട്ടുള്ള കാര്യമാണ്. ഈ ആയുഷ്മാന്മാർക്കും എനിക്കും ഗുണകരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഈ സംഘത്തിൻ്റെ മുന്നിൽ ഈ ആയുഷ്മാന്മാരും ഞാനും ഇതുവരെ ചെയ്തിട്ടുള്ള കുറ്റങ്ങളെ നമ്മൾ ഒരു പുല്ലുകൊണ്ട് മൂടി വെച്ചതുപോലെ മൂടി വയ്ക്കുകയാണ്. ഉപാസകന്മാരുമായിട്ട് ബന്ധമുള്ളതും അതേപോലെ തന്നെ കൂടുതൽ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഒഴികെ ബാക്കി എല്ലാ പ്രശ്നങ്ങളും നമ്മൾ മൂടി വയ്ക്കുകയാണ്. ആനന്ദ, ഇങ്ങനെയാണ് പുല്ലുകൾ കൊണ്ട് മൂടി വയ്ക്കുന്നത്. ഇങ്ങനെയാണ് ചില പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. ഇങ്ങനെയാണ് പുല്ലുകൾ കൊണ്ട് മൂടി പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത്. അതായത് ഒരു ഉപമ കൊണ്ട് നമ്മളെ മനസ്സിലാക്കിയാണ്. നമ്മൾ ആ പ്രശ്നങ്ങളെ മൂടി വയ്ക്കുന്നു, നമ്മളതിനെ പ്രകടിപ്പിക്കുന്നില്ല. ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ഇതോടെ അവസാനിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. ആനന്ദ, ഈ 6 നല്ല ഹൃദ്യമായിട്ടുള്ള ഗുണങ്ങളുണ്ട്. അതുമൂലം സംഘത്തിൽ സ്നേഹവും ബഹുമാനവും ഐക്യവും യോജിപ്പും വളരും. ഒരിക്കലും വിവാദം ഉണ്ടാകുകയില്ല. എന്താണ് ആ 6 ഗുണങ്ങൾ? ആദ്യമായിട്ട് ഒരു ഭിക്ഷു തൻ്റെ സഹബ്രഹ്മചാരികളോട് പുറത്തും ജനമധ്യത്തിലും അതേപോലെ തന്നെ അകത്തും മൈത്രിപൂർണമായിട്ടുള്ള ശരീരം കൊണ്ടുള്ള വ്യവഹാരമാണ് ചെയ്യുന്നത്. അതായത് ശരീരം കൊണ്ടുള്ള എല്ലാ പ്രവൃത്തിയും സഹബ്രഹ്മചാരികളോട് മൈത്രിപൂർണമായിരിക്കണം. അത് ജനമധ്യത്തിലും അതേപോലെ തന്നെ പ്രൈവറ്റിലും. ഇതുമൂലം ഈ ഹൃദ്യമായിട്ടുള്ള ഗുണങ്ങൾ മൂലം സ്നേഹം, ബഹുമാനം, അതേപോലെ തന്നെ ഐക്യം, യോജിപ്പ് ഇവ സംഘത്തിൽ വളരും. സംഘത്തിൽ വിവാദം ഉണ്ടാകുകയില്ല. അടുത്തതായിട്ട് ആനന്ദ, ഒരു ഭിക്ഷു തൻ്റെ സഹബ്രഹ്മചാരികളോട് മൈത്രിപൂർണമായിട്ടുള്ള വാണി കൊണ്ടുള്ള കർമ്മങ്ങളാണ് ചെയ്യുന്നത്. അകത്തും പുറത്തും മൈത്രിപൂർണമായിട്ടുള്ള വാക്കുകളാണ് അവർ പറയുന്നത്. ഇതും വളരെ ഹൃദ്യമായിട്ടുള്ള ഒരു ഗുണമാണ്. ഇതുമൂലം സംഘത്തിൽ സ്നേഹവും ഐക്യവും വളരുന്നതാണ്. വിവാദമുണ്ടാകുകയില്ല. ആനന്ദ, ഒരു ഭിക്ഷു തൻ്റെ സഹബ്രഹ്മചാരികളോട് മൈത്രിപൂർണമായിട്ടുള്ള മനോവ്യവഹാരമാണ് ചെയ്യുന്നത്, അകത്തും പുറത്തും. ഇതും വളരെ ഹൃദ്യമായിട്ടുള്ളൊരു ഗുണമാണ്. ഇതുമൂലം സംഘത്തിൽ സ്നേഹം വർദ്ധിക്കുന്നു, ഐക്യം ഉണ്ടാകുന്നു, യോജിപ്പുണ്ടാകുന്നു. ഒരിക്കലും വിവാദം ഉണ്ടാകുകയില്ല. ആനന്ദ, വീണ്ടും ഒരു ഭിക്ഷു തനിക്ക് കിട്ടിയിട്ടുള്ള ഭൗതിക സമ്പത്തുകൾ, ന്യായമായിട്ട് ആർജിച്ചിട്ടുള്ള ഭൗതിക സമ്പത്തുകൾ, അത് ഭിക്ഷാപാത്രത്തിൽ ലഭിച്ചിട്ടുള്ള ഭിക്ഷാന്നം തന്നെ ആയിരിക്കാം, അത് തൻ്റെ സഹബ്രഹ്മചാരികളുമായിട്ട് പങ്കിട്ട് കഴിക്കുന്നു. അല്ലെങ്കിൽ ന്യായമായിട്ടുള്ള രീതിയിൽ തനിക്ക് കിട്ടിയ ഭൗതിക വസ്തുക്കൾ തൻ്റെ സഹബ്രഹ്മചാരികളുമായിട്ട് ആ ഭിക്ഷു പങ്കിടുന്നു. ഇതും വളരെ ഹൃദ്യമായിട്ടുള്ളൊരു ഗുണമാണ്. ഇതുമൂലം സംഘത്തിൽ സ്നേഹം വർദ്ധിക്കുന്നു, യോജിപ്പ് വർദ്ധിക്കുന്നു, ഐക്യം വർദ്ധിക്കുന്നു. സംഘത്തിൽ വിവാദം ഉണ്ടാകുകയെന്നില്ല. വീണ്ടും ആനന്ദ, ഒരു ഭിക്ഷു തൻ്റെ സഹബ്രഹ്മചാരിമാർ ഏതൊരു ശീലം എടുത്തിട്ടുണ്ടോ അതേ ശീലം തന്നെ ജനമധ്യത്തിലും അതേപോലെ തന്നെ ഏകാന്തതയിലും ആ ഭിക്ഷു പാലിക്കുന്നു. ആ ശീലങ്ങൾ ഒരിക്കലും തെറ്റിക്കുന്നില്ല, അതിൽ ഒരിക്കലും കളങ്കം വരുത്തുന്നില്ല, അതിൽ ഒരിക്കലും തെറ്റുകൾ വരുത്തുന്നില്ല. വളരെ പരിശുദ്ധമായിട്ടുള്ള ശീലമാണ് പാലിക്കുന്നത്. ആ ശീലങ്ങൾ മുക്തിദായകമാണ്. ജ്ഞാനികളായിട്ടുള്ള വ്യക്തികൾ അതിനെ പ്രശംസിക്കുന്നതാണ്. അത് തെറ്റായിട്ടുള്ള ശീലമല്ല, അത് സമാധിയിലേക്ക് നയിക്കുന്നതാണ്. ഇതും വളരെ ഹൃദ്യമായിട്ടുള്ള ഒരു ഗുണമാണ്. അതുമൂലം സംഘത്തിൽ സ്നേഹം, ഐക്യം, യോജിപ്പ് ഇവ വളരുന്നു. ഒരിക്കലും വിവാദമുണ്ടാകുന്നില്ല. ആനന്ദ, വീണ്ടും ഒരു ഭിക്ഷു തൻ്റെ സഹബ്രഹ്മചാരിമാർ പുലർത്തുന്ന ദൃഷ്ടി തന്നെയാണ് പിന്തുടരുന്നത്. അത് പുറത്തും അകത്തും ഒരേ ദൃഷ്ടിയാണ് അവർ പിന്തുടരുന്നത്. ആ ദൃഷ്ടി ആര്യ ദർശനമാണ്. അത് മുക്തിദായകമാണ്, സമ്മാ ദർശനമാണ്. ആ സമ്മാദർശനം മൂലം ആ പാലിക്കുന്ന വ്യക്തിയുടെ ദുഃഖക്ഷയത്തിന് അത് കാരണമായിട്ട് തീരുന്നു. ആനന്ദ, ഇതും ഹൃദ്യമായിട്ടുള്ളൊരു ഗുണമാണ്. ഇതുമൂലം സംഘത്തിൽ സ്നേഹവും ഐക്യവും യോജിപ്പും വളരുന്നു. അവിടെ ഒരിക്കലും വിവാദങ്ങൾ ഉണ്ടാകുന്നില്ല. ആനന്ദ, ഈ
6 ഹൃദ്യമായിട്ടുള്ള ഗുണങ്ങൾ നമ്മൾ വളർത്തുകയാണെങ്കിൽ സംഘത്തിലുണ്ടാകുന്ന വലുതും ചെറുതുമായിട്ടുള്ള പ്രശ്നങ്ങളെ അല്ലെങ്കിൽ നിന്ദകളെ നമ്മൾക്ക് സഹിക്കാൻ സാധിക്കാത്തതായിട്ട് വല്ലതും ഉണ്ടോ? അല്ലെങ്കിൽ ഈ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് സഹിക്കാൻ സാധിക്കാത്തതായിട്ടുള്ള ഏതെങ്കിലും നിന്ദകൾ ഉണ്ടോ? ഇല്ല ബന്ധേ. അതിനാൽ ആനന്ദ, താങ്കൾ ഈ പറഞ്ഞ 6 ഗുണങ്ങളെ കരസ്ഥമാക്കാൻ നോക്കണം, എന്നിട്ട് അതിനെ പാലിക്കാൻ നോക്കണം. അതുമൂലം താങ്കൾക്ക് ദീർഘകാലത്തെ ഹിതത്തിനും സുഖത്തിനും കാരണമായിട്ട് തീരും. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ആയുഷ്മാൻ ആനന്ദൻ തൃപ്തനായി. ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ആയുഷ്മാൻ ആനന്ദൻ സന്തുഷ്ടനായി. സാമകാമസുത്തം നിഠിതം. സംഘത്തിലുള്ള വഴക്കുകൾ എങ്ങനെ പരിഹരിക്കാം എന്ന് ഈ സൂത്രത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ഇത് സംഘത്തിന് വളരെ യോഗ്യമായിട്ടുള്ള ഒരു സൂത്രമാണ്. തീർച്ചയായിട്ടും ഇത് സംഘങ്ങൾക്ക് അയച്ചു കൊടുക്കാം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കുറച്ച് സമയം നമ്മൾക്ക് പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.